കേന്ദ്ര ഗവൺമെൻറ് കേരളത്തോട് എടുത്തുകൊണ്ടിരിക്കുന്ന നിലപാട് ഒരുതരം സാമ്പത്തിക ഉപരോധം പോലെ കേരളത്തെ തകർക്കുന്ന നിലയാണുള്ളത് എന്നെല്ലാവർക്കും അറിയാം. ഇന്നത്തെ റെയിൽവേ ഉൾപ്പെടെയുള്ള എല്ലാ മേഖലയിലും അവഗണന മാത്രം നൽകിയ കേന്ദ്ര ബജറ്റ് ധനകാര്യ വകുപ്പ് മന്ത്രി ഇന്ന് അവതരിപ്പിച്ചിരിക്കുകയാണ്. രാവിലെ നിരവധി ചാനലുകൾ വലിയ പ്രതീക്ഷകളാണ് ഇന്നത്തെ കേന്ദ്ര ബഡ്ജറ്റുമായിട്ട് ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചിരുന്നത്. യാതൊരു കാര്യവും കേരളവുമായിട്ട് ബന്ധപ്പെട്ട് ചെയ്യില്ല എന്ന വാശി, കേരളത്തോടുള്ള ഒരുതരം വെല്ലുവിളി, ഒരുതരം യുദ്ധപ്രഖ്യാപനം, അതാണ് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഭാഗമായിട്ട് ഇപ്പോഴും നമ്മൾ കണ്ടത്. റെയിൽവേ മാത്രമല്ല, ഒരു കാര്യവും കേരളത്തിന് അനുകൂലമായിട്ട് ഈ ബഡ്ജറ്റിൻ്റെ ഭാഗമായിട്ട് ഇല്ല. ഇപ്പോൾ UDF-കാർ പ്രതികരിച്ചത് കേന്ദ്രത്തിൻ്റെ നിലപാടിനെതിരാണ് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ കേരളം ആവശ്യപ്പെട്ടിട്ടില്ല എന്ന പച്ച കളവ്. എന്ത് പറയുമ്പോഴും കളവ് പറയുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വി.ഡി. സതീശൻ ഉൾപ്പെടെയുള്ളവരുടെ ഇപ്പോഴത്തെ സമീപനം. എയിംസ് ഉൾപ്പെടെ ഞാൻ അവരോടൊന്നും പറയാൻ പോവാം. ഞാൻ പറഞ്ഞു പോകുന്നതെന്ന് പറഞ്ഞാൽ കേരളം പ്രധാനമായിട്ട് വേണം എന്നാവശ്യപ്പെട്ട 29 ഇന കാര്യങ്ങളുണ്ട്. ഇപ്പോൾ ഓരോന്നോരോന്നായിട്ട് ഞാനിവിടെ വിശദീകരിക്കുന്നില്ല. 29 കാര്യം ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട പദ്ധതികളാണ് നമ്മൾ എയിംസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ. എല്ലാ ബഡ്ജറ്റ് അവതരിപ്പിക്കുന്ന സന്ദർഭത്തിൽ MP കൂടിയാണല്ലോ ഇവിടെ നമ്മൾ മാനേജരായിട്ടുള്ളത്. എല്ലാ ഘട്ടത്തിലും നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ് ഈ എയിംസിൻ്റെ കാര്യം. അതിന് സ്ഥലം കണ്ടെത്തി, ആ സ്ഥലത്ത് കൂടുതൽ സ്ഥലം വേണം, അതുപോലെ തന്നെ മറ്റ് സൗകര്യങ്ങൾ വേണം എന്ന് പറഞ്ഞതിനടുത്ത് തലപ്പെടുത്തി അതും ചെയ്യുന്നതിന് വേണ്ടി തയ്യാറായി. എല്ലാം കഴിഞ്ഞിട്ടും എയിംസ് അംഗീകരിക്കുന്നില്ല എന്നുള്ളതാണ് കേരളത്തോടുള്ള അവഗണനയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നം, ഇവിടെ പ്രധാനപ്പെട്ട റെയിൽവേ വികസനവുമായിട്ട് ബന്ധപ്പെട്ട കാര്യമുണ്ട്. അതിവേഗ അല്ലെങ്കിൽ അർദ്ധവേഗ തീവണ്ടികൾക്ക് യാത്ര ചെയ്യാൻ സാധിക്കുന്ന പുതിയ റെയിൽ സംവിധാനം ഒന്നും തന്നെ നമുക്ക് അനുവദിച്ചിട്ടില്ല.